പൊന്നാര മുത്തുമണികൾ. അപ്പോൾ ഇന്നെന്താ സംഭവം ചോദിച്ചു, കാര്യമായിട്ട് കണ്ടൻറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കോള് വന്നത്. അവിടെ വലിയൊരു തെങ്ങ് വീണാണ്ട് റോഡ് ബ്ലോക്കായിന്, ലൈൻ കമ്പിയിൽ കൂടെ വീണ് പോസ്റ്റൊക്കെ മുറിഞ്ഞിക്കണ് കാരണം. അപ്പോൾ ഓടിപ്പോഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഒരു 8:30-9 മണിയായിട്ടുള്ളൂ. രാവിലെ സ്കൂൾ കുട്ടികൾ, ബസ്, ഓട്ടോറിക്ഷ, കാറ് എല്ലാവരും പോണ വഴിയാണ്. അപ്പോൾ ആർക്കും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിക്ക് നേരെ തെങ്ങാണ് വീണ്. തെങ്ങ് അടിയിൽ വേരില്ല, വേര് നശിച്ചാണ്ട് വീണതാണ്. അപ്പോൾ അത്യാവശ്യം അർജൻറ്റിലല്ലേ സ്കൂളിൽ പോണവരെ മറ്റവരെ ടീച്ചർമാരെയും മാഷന്മാരെയൊക്കെ ബൈക്ക് ഞങ്ങൾ പൊക്കിയെടുത്തിട്ട് അവിടുന്ന് അപ്പുറം കടത്തി വിടുകയാണ് ചെയ്തത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ പോവാ ആളറിഞ്ഞി പോവാൻ മാറ്റി കൊടുത്ത് ചക്കര ആവേശം കൂട്ടില്ല. ആ ഡയലോഗ് ഒന്നും കൂടി കിട്ടുമോ? ആ ഡയലോഗ് ഒന്നും കൂടി കിട്ടുമോ? കനം കുറച്ചല്ല അടി കട്ടുപോയി. ഒരു 10 മിനിറ്റ് എന്നാൽ തീരുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. വണ്ടി കേടെടുത്തണ്ട. പ്രാർത്ഥിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. നമുക്കെന്നെ പണി പോന്നാട്ടാ പറ്റണ്ടേ. തെങ്ങ് ക്രോസിൽ കിടക്കണുണ്ടോ? മുകളിലത്തെ 3 ഫേസ് ലൈൻ അടക്കം ലൈനിൽ കൂടെ വീണിട്ട് ഇതാണ് പോസ്റ്റ് ഇവിടെ ക്രോസിൽ കിടക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഷെഡിൻ്റെ ലേശം പോയിട്ടുള്ളൂ. മറ്റേ തെങ്ങ് വീണത് മറ്റേ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഈ വഴി താത്ത നിൽക്കുന്ന വഴിയിലെ 1 മിനിറ്റ് മുന്നേ യാത്രക്കാരാണ് പോയിട്ടുള്ളൂ. ഭാഗ്യം കൊണ്ട് ആർക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ KSEBക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്നിട്ടാണ് തെങ്ങ് മുറിക്കണമെങ്കിലും പോസ്റ്റ് മാറ്റണമെങ്കിലൊക്കെ അവർ വരണം എന്നാണ് പറഞ്ഞത്. തെങ്ങിൻ്റെ അടി അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മഴക്കാലമാണ്, ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് മാറ്റാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആശുപത്രി പോയിരാ തിരക്കൂട്ടണ്ട. വല്ലാതെ അർജന്റില്ലാത്തൊരു 5 മിനിറ്റ് റെഡിയോ.
സ്കൂട്ടിയാണ് അതിന്റെ അടിയറ്റിയ പൊളി. എന്നെ എടുത്തേച്ചാരേ തോടച്ചാരാ. ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ പോയി മുറിച്ചു. ആവശ്യമില്ല ഒറ്റൊന്നും മുറിച്ചാറുണ്ട്. കൊറേ മരക്കച്ചവടക്കാരുണ്ട്. ആവശ്യമില്ലൊക്കെ മുറിച്ചാണ്ട്. കേശുഭായി തോളച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇപ്പൊ. ഞങ്ങൾക്കിപ്പോ മുറിച്ച് ഞങ്ങൾ പോകും. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ കഴിയില്ലല്ലോ വിചാരിച്ചിട്ടാ. അപ്പോൾ KCB-കാരെത്തിയിട്ടുണ്ട് കേട്ടോ. അവർ വെയിറ്റ് ചെയ്ത് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ തെങ്ങ് മാറ്റാൻ പോവാണ്. അത് തെങ്ങ് മുറിച്ച് മാറ്റും. പിന്നെ പോസ്റ്റ് കൊടുത്ത് മാറ്റൂടെ. ചെറുതാക്കിയാൽ എല്ലാ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാണിച്ചു തരാം. ഇത് KCB-കാർ കൊണ്ടുപോടാ. നിങ്ങൾക്ക് തെളിവാണ്. എനിക്ക് ബേജാറുണ്ടല്ലേ. ഓലേല ഓലേല ഓല പിടിച്ച പിടിച്ച ഓനല്ല അയക്കണം. അത് ചിലപ്പോ പൊന്തു കേട്ടോ. കമ്പി കമ്പി പൊന്തു കമ്പി പൊന്തു. ആരുണ്ടോ കച്ചവടക്കണോ? രണ്ടുപേർക്കും വാങ്ങുന്നുണ്ടല്ലേ. ഹലോ, ബസ്സൊക്കെ അവിടെ ബ്ലോക്കാണ്. ബസ് ബ്ലോക്കായിട്ട് യാത്രക്കാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. യാത്രക്കാരൊക്കെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, ടീച്ചർമാർ, അർജൻറ്റിലെ യാത്രക്കാരൊക്കെ നടന്നു പോരുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് പ്രദേശവാസിയായ യുവാവ് നമ്മളോട് പ്രതികരിക്കുന്നു. യുവാവിൻ്റെ വാക്കുകളിലേക്ക്. ഈ പേജ് ദയവായി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംഭവത്തെക്കുറിച്ച് തലനാരിയേക്ക് രക്ഷപ്പെട്ട പ്രദേശവാസി സബ്സ്ക്രൈബ് ചെയ്യുക. വിശദീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നിങ്ങളാണല്ലേ സംഭവ സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്? അതെ, സംഭവ സ്ഥലത്ത് ഞങ്ങൾ ഒരു എല്ലിമീസൊക്കെ കഴിച്ചിട്ടായിരുന്നു. ഞങ്ങൾ 2-3 അവിടെ ഇരിക്കുന്നു. അവര് 3 ആളാണ്. ഒരു എല്ലിമീസൊക്കെ ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ തെങ്ങ് വെറുതെ ഒരു ഇലയിൽ കൂടി ഇല്ല, വെറുതെ അങ്ങോട്ട് വീണു. ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോൾ സ്റ്റോപ്പിൽ ഇരുന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ രണ്ടോളും. വേറെ വണ്ടികളൊന്നും ആ സമയത്ത് പാസ് ചെയ്തില്ല. വണ്ടികൾ ആ സമയത്ത് വരാത്ത കുട്ടികൾ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കലുണ്ട്. ബസ് കുട്ടികളൊന്നും വരാത്ത ആകില്ല. ഈ തെങ്ങ് നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ലല്ലോ? എങ്ങനെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.